കോഴിക്കോട് എലത്തൂർ വിജിൽ നരഹത്യാ കേസിൽ കണ്ടെത്തിയ അസ്ഥികൾ വിജിലിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ നടപടി ഊർജിതമാക്കി പോലീസ്. വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും രക്തസാമ്പിളുകൾ ഇന്ന് DNA പരിശോധനയ്ക്ക് അയക്കും. കണ്ണൂർ റീജിയണൽ കെമിക്കൽ ലാബിലേക്കാണ് സാമ്പിളുകൾ അയക്കുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. സമീർ, ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമായുള്ളത് DNA പരിശോധനാ ഫലമാണ്. അത് പരിശോധനയ്ക്ക് അയക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഫലമല്ലേ ഇനി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ പോയിന്റ്? സമീർ, തീർച്ചയായും ശ്രീജിത്ത്, ഇനി അതുതന്നെയാണ് അന്വേഷണ സംഘത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ അതിന്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്തസാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. വിജിലിന്റെ സഹോദരന്റെയും അമ്മയുടെയും രക്തസാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് വിജിലിന്റെ അസ്ഥികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാമ്പിളുകൾ കൂടിയുണ്ട്. ആ സാമ്പിളുകൾ കൂടി ചേർത്തുകൊണ്ടാണ് കണ്ണൂർ റീജിയണൽ ലാബിലേക്ക് അയക്കുന്നത്. ഇന്ന് തന്നെ അന്വേഷണ സംഘം ഇതയക്കും. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2019 മാർച്ച് 24-നാണ് എലത്തൂർ സ്വദേശിയായിട്ടുള്ള വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള വിജിലിനെ കാണാതായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ വ്യക്തി ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം കണ്ടെത്തിയത്. സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമിതമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് വിജിൽ മരിച്ചുവെന്നും പിന്നീട് സരോവരത്തെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി എന്നുമായിരുന്നു പ്രതികളുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. അതിനൊടുവിലാണ് 53 അസ്ഥികൾ പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസിൽ നിഖിൽ, അതുപോലെ തന്നെ രഞ്ജിത്ത്, ദീപേഷ് 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ DNA പരിശോധനാ ഫലമാണ്. ഏറ്റവും ആദ്യത്തിൽ തന്നെ അത് ലഭ്യമാകുന്ന വിധത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എലത്തൂർ പോലീസ് അറിയിച്ചത്. ശരി, DNA പരിശോധനാ ഫലം ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.